ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ തീക്കോയിൽ റോഡരികിൽ വളവിൽ സ്ഥാപിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ അപകടകരമായി സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. തീക്കോയി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ സർവീസ് സഹകരണ ബാങ്കിന് എതിർവശമായാണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത്. വലിയ വളവായതിനാൽ ഇരുവശങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾക്ക് ട്രാൻസ്ഫോമർ മറ സൃഷ്ടിക്കുകയാണ്. റോഡിലേക്ക് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോമർ മൂലം നിരവധി അപകടങ്ങളും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. നിരവധി തവണ ട്രാൻസ്ഫോമർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ല. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്ക് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. വഴി പരിചയമില്ലാത്തവരാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. റോഡിനോട് ചേർന്ന് വളവിൽ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിനായി സമീപത്ത് സ്ഥലവുമുണ്ട്. ബസ് സ്റ്റോപ്പും സീബ്ര ലൈനും ഈ ട്രാൻസ്ഫോമറിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ കാൽനട യാത്രക്കാരെ ഈ ട്രാൻസ്ഫോമർ മൂലം കാണാൻ സാധിക്കുകയില്ല. ഇതുമൂലം വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് നിയന്ത്രണം തെറ്റിയ കാർ സമീപത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വളവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാൻസ്ഫോമറിന്റെ സംരക്ഷണ ഭിത്തിയിൽ തട്ടുന്നതിന് കാരണമാകുന്നു. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ്, തീക്കോയി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TD ജോർജ്, വൈസ് പ്രസിഡന്റ് പയസ് കവളമാക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരി മണ്ണുമഠം, UDF ചെയർമാൻ ജോയി പൊട്ടനാനിയിൽ, യാത്രക്കാർ എന്നിവർ ആവശ്യപ്പെട്ടു. തീക്കോയി ബാങ്ക് പടിക്കൽ നിലവിലുള്ള ഈ KSEBിയുടെ ട്രാൻസ്ഫോമർ അടിയന്തരമായിട്ട് മാറ്റി സ്ഥാപിക്കണം. അത് മുമ്പിലോ എവിടെയാണെങ്കിലും വേണ്ട, റോഡ് സൈഡിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചേ പറ്റൂ. കാരണം ഇവിടെ നിരന്തരമായിട്ട് ഇത് ഈരാറ്റുപേട്ട പീരുമേട് സ്റ്റേറ്റ് ഹൈവേ ആണ്, SH14. ഇത് വാഗമൺ പ്രദേശത്തേക്ക് ദൈനംദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ പ്രവഹിക്കുന്ന ഒരു സ്ഥലമാണ്. പെരിയാൻ കുരിശുമല, വെള്ളാപ്പാറ, മുരുകമ്മല തുടങ്ങി ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണിലേക്ക് രാവിലെ മുതൽ രാപകലില്ലാതെ വാഹനങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അപകട വളവിലിരിക്കുന്ന വണ്ടി ഈ എതിർവശത്ത് വരുന്ന വാഹനങ്ങൾക്ക് പരസ്പരം വാഹനങ്ങൾ കാണാൻ പറ്റുന്നില്ല. ഇത് നിരന്തരമായി വലിയ അപകടം ഒരുപാടുണ്ടായിട്ട് ദൈവകൃപയാൽ അപകടം ആളപായം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത നാളിൽ തന്നെ ഒരു കാറ് വന്ന് ഇവിടുന്ന് നേരെ വന്ന് സൈഡിലെ വന്ന് ഈ ബാങ്കിൻ്റെ ഈ ഒരു ഷട്ടറിലിടിക്കുകയും, ഷട്ടർ പൊക്കി വെച്ചിരിക്കുന്നുണ്ട്, ഷട്ടർ പോയില്ല, അതിൻ്റെ ഭിത്തി ഇടിച്ച് ആ വണ്ടി ഈ ഷട്ടറിനകത്ത് കയറി പോയി നിൽക്കുക ചെയ്തു. 6 പേരുള്ള ഒരു റിറ്റ്സ് കാർ. അതൊരു ഉദാഹരണം മാത്രം. അതുപോലെ നിരവധിയായ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആളപായം ഉണ്ടായ എല്ലാവരും രക്ഷപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ അപകടം ഈ തിരക്കുള്ള ഈ മേഖലയിൽ നിന്നും ഈ ട്രാൻസ്ഫോമർ അടിയന്തരമായിട്ട് മാറ്റി സ്ഥാപിക്കണം. അതിന് KSEB ബന്ധപ്പെട്ട അടിയന്തരമായി നടപടി സ്വീകരിക്കണം. ഇത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നേരത്തെയും ഗ്രാമപഞ്ചായത്ത് തലത്തിലും എല്ലാ തലത്തിലുമുള്ള ജനങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടോ മാറ്റി സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ KSEB കുറ്റം പറയുകയല്ല, പക്ഷേ അടിയന്തരമായിട്ട് മാറ്റി സ്ഥാപിക്കാനുള്ള അടിയന്തരമായ നടപടി ഉണ്ടാകണം. അത് പൊതുവായൊരു ആവശ്യമാണ്. ഈ പ്രദേശത്തൊരു ആവശ്യം മാത്രമല്ല, കിഴക്കൻ മേഖലയ്ക്ക് വരുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുവായ പ്രശ്നം എന്ന നിലയിൽ അടിയന്തരമായിട്ട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട വാഗമൺ ഹൈവേയിൽ തീക്കോയി സഹകരണ ബാങ്ക് ജംഗ്ഷനിലെ വളവിൽ KSEBിയുടെ ട്രാൻസ്ഫോമർ വളരെ അപകടകരമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് റോഡിൻ്റെ വളവിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോഡിനോട് ചേർന്ന് തന്നെയാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. നിരവധിയായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം വളവായതുകൊണ്ട് ഈ വാഹനങ്ങൾ രണ്ട് വശത്തു നിന്നും വരുന്നത് മറവായിട്ടാണ് ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്. അതുകൊണ്ട് അപകടത്തിന് ഒരു വലിയ സാധ്യത ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് ട്രാൻസ്ഫോമർ മാറ്റിവെക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. വളരെ തിരക്ക് പിടിച്ച റോഡാണ് വാഗമൺ റോഡ്. നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഈ റൂട്ട് വളരെ തിരക്ക് പിടിച്ച വഴി എന്ന നിലയിൽ അതിന് സമീപം ഈ ട്രാൻസ്ഫോമർ ഇരിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. അടിയന്തരമായി ഇത് നീക്കം ചെയ്യേണ്ടതാണ്. പഞ്ചായത്ത് പലതവണയും ഇത് ഈ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണം എന്ന KSEB അധികാരികളോട് ആവശ്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യങ്ങളുടെ നടപടി സ്വീകരിച്ച് അപകടങ്ങൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. ഈ ഹൈവേയിൽ ഈ ട്രാൻസ്ഫോർമർ ഒരു തടസ്സമായി നിൽക്കുകയാണ്. ധാരാളം ജനങ്ങൾ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരാനും സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ
മറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ധാരാളം അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് ഈ ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുക എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഐ4 ന്യൂസ് പാലാ.